കണ്ണു തുറക്കൂ കാഴ്ചകൾ കാണൂ. കാതു തുറക്കൂ ഈ വിളി കേൾക്കൂ. കാതു തുറക്കൂ ഈ വിളി കേൾക്കൂ. തളരില്ല 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 തളരില്ല. വെയിലേറ്റാലും തളരില്ല വെയിലേറ്റാലും തളരില്ല വെയിലേറ്റാലും തളരില്ല വെയിലേറ്റാലും തളരില്ല. 14 സെക്കൻഡ് 14 സെക്കൻഡ് 14 സെക്കൻഡ് 14 സെക്കൻഡ് 100 മീറ്റർ ഓടിയതാ 100 മീറ്റർ ഓടിയതാ 14 സെക്കൻഡ് 14 സെക്കൻഡ് 100 മീറ്റർ ഓടിയതാ 100 മീറ്റർ ഓടിയതാ. കടുത്തോളം വീരത്ത് കടുത്തോളം വീരത്ത് കടുത്തോളം വീരത്ത് കടുത്തോളം വീരത്ത്. ഓടിച്ചാടി വന്നവരാ ഓടിച്ചാടി വന്നവരാ ഓടിച്ചാടി വന്നവരാ ഓടിച്ചാടി വന്നവരാ. പേടിപ്പിക്കാൻ നോക്കല്ലേ പേടിപ്പിക്കാൻ നോക്കല്ലേ. അധികാരികളെ അന്ധന്മാരെ അധികാരികളെ അന്ധന്മാരെ അധികാരികളെ അന്ധന്മാരെ. കണ്ണു തുറക്കൂ ഈ വിളി കേൾക്കൂ. ഓട് ഒളിച്ച് വന്നവരല്ല വർഷം മഞ്ഞ് കഴിഞ്ഞിട്ടും വർഷം മഞ്ഞ് കഴിഞ്ഞിട്ടും വർഷം മഞ്ഞ് കഴിഞ്ഞിട്ടും നിയമനം എവിടെ സർക്കാര് നിയമനം എവിടെ സർക്കാര്. ജോലി നൽകൂ സർക്കാരെ ജോലി നൽകൂ സർക്കാരെ നിയമനം നൽകൂ സർക്കാരെ അയ്യയ്യേ ഇത് നാണക്കേട് ഉദ്യോഗാർത്ഥികൾ സിന്ദാബാദ് ഉദ്യോഗാർത്ഥികൾ സിന്ദാബാദ്. സിപിഒ സിന്ദാബാദ് സിപിഒ സിന്ദാബാദ് സിപിഒ സിന്ദാബാദ് സിപിഒ സിന്ദാബാദ്. റാങ്ക് ഹോൾഡേഴ്സ് സിന്ദാബാദ് റാങ്ക് ഹോൾഡേഴ്സ് സിന്ദാബാദ് റാങ്ക് ഹോൾഡേഴ്സ് സിന്ദാബാദ് റാങ്ക് ഹോൾഡേഴ്സ് സിന്ദാബാദ്. ഒഴികൾ നൽകൂ സർക്കാരെ ഒഴികൾ നൽകൂ സർക്കാരെ. ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ്. ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 2023-ലാണ്. 2023 ഏപ്രിൽ 13-നാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. എന്നാൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് 2019-ലാണ്. ഈ 2019 മുതൽ 2024 വരെയായി നിൽക്കുന്നു. ഇതുവരെ ഈ ഒരു റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. ഈ ഒരു 5 വർഷം കൊണ്ട് ഇവർ നിയമിച്ചിരിക്കുന്നത് ഏകദേശം 21% താഴെ ആൾക്കാരെ മാത്രമാണ്. 2019 നോട്ടിഫിക്കേഷൻ വരികയും 2021 ആദ്യമായിട്ടൊരു പ്രാഥമികഘട്ട പരീക്ഷ നടക്കുകയും 2022 മെയിൻ പരീക്ഷ നടക്കുകയും 2022 ഒക്ടോബറോടുകൂടി അതിൻ്റെ ഫൈനൽ പരീക്ഷ നടക്കുകയും നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുകയും എങ്ങനെയൊക്കെ നടന്നത് ഇങ്ങനെ കാലതാമസം നീണ്ടു പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇനി ജോലി കിട്ടാനായിട്ട് ഏകദേശം 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ഒരു ജോലി പ്രതീക്ഷിച്ച് ഈ ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രണയ ദിനമാണ്, ലോക പ്രണയ ദിനമാണിന്ന്. ഈ ഒരു പ്രണയ ദിനത്തോടനുബന്ധിച്ച് പ്രണയം നഷ്ടപ്പെട്ട ഏകദേശം 10,000-ഓളം ഉദ്യോഗാർത്ഥികളുടെ പ്രതീകമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ നമ്മുടെ മുഖം കറുത്ത തുണി കൊണ്ട് ബന്ധിച്ച് റോസാപ്പൂ വെച്ച് നമ്മൾ റീത്ത് വെച്ചിട്ട് ഒരു പ്രതിഷേധ പരിപാടി നമ്മളിവിടെ നടത്തിയത്. നമ്മൾ ജനുവരി മാസം 12 മുതലാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഓരോരോ സമര പരിപാടികളായിട്ട് മുന്നോട്ട് വന്നത്. എന്നാൽ ഇപ്പോൾ അനിശ്ചിതകാലമായിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഇത് 3-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസമായിട്ട് പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് പൂഴ്ത്തി വെച്ചിരിക്കുന്ന തരാനായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വേക്കൻസികളോ ഒന്നും തന്നെ വരുന്നില്ല. അതൊരു ദയനീയ അവസ്ഥ തന്നെയാണ്. ആ ഒരു ദയനീയ അവസ്ഥയെ തുടർന്ന് ഇനിയും ഗവൺമെൻറ് ഈ ഒരു രീതിയിൽ PSCയും ഗവൺമെൻറ് ഈ ഒരു രീതിയിലാണെങ്കിൽ സമരം വലിയ ശക്തിയോടുകൂടി നിരാഹാരം പോലുള്ള വലിയ സമരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കഴുത്തിനൊപ്പം ഉയരത്തിൽ കഴുത്തിനൊപ്പം ഉയരത്തിൽ ഓടിച്ചാടി വന്നവരാ ഓടിച്ചാടി വന്നവരാ മൂന്നാളം പൊക്കത്തിൽ
കയറിൽ തൂങ്ങി കയറിയതാ കയറിൽ തൂങ്ങി കയറിയതാ സർക്കാരെ സർക്കാരെ ജോലി തരൂ സർക്കാരെ ഒഴിവുകൾ അനുമതി ഉണ്ടായിട്ടും ഒഴിവുകൾ അനുമതി ഉണ്ടായിട്ടും നിയമനമെവിടെ സർക്കാരെ പരിഷ്കരിച്ച റാങ്ക് ലിസ്റ്റിന് നിയമനമെവിടെ സർക്കാരെ മറുപടി പറയൂ അധികാരികളെ മറുപടി പറയൂ അധികാരികളെ ഓട് പൊളിച്ച് വന്നവരല്ല പിൻവാതിൽ നിയമനമല്ല പഠിച്ചവരാ പഠിച്ചവരാ